നമസ്കാരം. ഹൈറിച്ച് തട്ടിപ്പിൽപ്പെട്ടവർക്ക് ഒരു സന്തോഷ വാർത്തയാണ് ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. ഹൈറിച്ച് മണി ചെയിൻ തട്ടിപ്പ് കേസിൽ പ്രതികളുടെയും കമ്പനിയുടെയും 212.5 കോടിയുടെ സ്വത്തുക്കൾ താൽക്കാലികമായി കണ്ടുകെട്ടിയ തൃശൂർ കലക്ടറുടെ നടപടി കോടതി സ്ഥിരപ്പെടുത്തി എന്നതാണ് വാർത്ത. തൃശൂർ ജില്ലാ ബഡ്സ് കോടതിയുടെ നടപടി തൃശൂർ തേർഡ് അഡീഷണൽ കോടതിയാണ് സ്ഥിരപ്പെടുത്തിയത്. ബഡ്സ് അതോറിറ്റി സമർപ്പിച്ച അപേക്ഷയിലാണ് നടപടി. ഈ സംഭവത്തോടുകൂടി ഇവ ലേലം ചെയ്ത് പണനഷ്ടന്മാർക്ക് തിരികെ നൽകാൻ സാഹചര്യമൊരുങ്ങിയിട്ടുണ്ട്. വിചാരണ വേളയിൽ കോടതി നേരിട്ട് ഹൈറിച്ചിൻ്റെ വെബ്സൈറ്റ് തുറന്ന് പരിശോധിച്ചിരുന്നു. സാമ്പത്തിക തട്ടിപ്പ് കേസിൽ കോടതി നേരിട്ട് വെബ്സൈറ്റ് പരിശോധിക്കുന്നതും ബഡ്സ് നിയമപ്രകാരം സ്വത്ത് കണ്ടുകെട്ടിയത് സ്ഥിരപ്പെടുത്തുന്നതും സംസ്ഥാനത്ത് ആദ്യമായിട്ടാണ്. കഴിഞ്ഞ നവംബറിലാണ് പർച്ചേസ് കൺസൈൻമെൻറ്റ് അഡ്വാൻസ് എന്ന പേരിൽ കമ്പനി വാങ്ങുന്ന 10,000 രൂപയും ഗുണിതങ്ങളും OTT ബോണ്ട് എന്ന പേരിൽ വാങ്ങുന്ന 5 ലക്ഷം രൂപയും അനധികൃത നിക്ഷേപം സ്വീകരിക്കലാണെന്ന് കാട്ടി ബഡ്സ് അതോറിറ്റി കമ്പനിയുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചത്. പിന്നീട് മുൻ MLA അനിൽ അക്കര നൽകിയ പരാതിയിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കേസെടുത്ത് ഹൈറിച്ച് ഉടമ പ്രതാപനെ അറസ്റ്റ് ചെയ്ത് റിമാൻഡിലാക്കി. ED കേസ് കൊച്ചി PMLA കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ച് വിചാരണാഘട്ടത്തിലാണ്. ബഡ്സ് അതോറിറ്റിയുടെ താൽക്കാലിക മരവിപ്പിക്കൽ വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ തൃശൂർ ബഡ്സ് കോടതി സ്ഥിരപ്പെടുത്തിയിരുന്നു. എന്നാൽ ഹൈറിച്ച് ഇതിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ചു. 12 ദിവസം വൈകിയാണ് സ്വത്ത് കണ്ടുകെട്ടൽ സ്ഥിരപ്പെടുത്താൻ അതോറിറ്റി അപേക്ഷ നൽകിയതെന്ന വാദത്തെ തുടർന്ന് ബഡ്സ് കോടതി ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി. പുതിയ നടപടികളെടുക്കാൻ തടസ്സമില്ലെന്ന വിധിയിലെ പരാമർശത്തിൻ്റെ വെളിച്ചത്തിൽ ബഡ്സ് അതോറിറ്റി വീണ്ടും ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചു. ഇത് ചോദ്യം ചെയ്ത് ഹൈറിച്ച് സുപ്രീം കോടതിയിൽ പോയെങ്കിലും കോടതി ഇടപെട്ടില്ല. തുടർന്ന് ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ വീണ്ടും ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ച നടപടിയിൽ തീരുമാനമെടുക്കാൻ ബഡ്സ് കോടതിയെ ചുമതലപ്പെടുത്തി. ഇതിൻ്റെ തുടർച്ചയായാണ് തൃശൂർ തേർഡ് അഡീഷണൽ സെഷൻസ് കോടതിയുടെ ഉത്തരവ്. ഇതോടുകൂടി ഇവ ലേലം ചെയ്ത് പണം നഷ്ടമായവർക്ക് തിരികെ നൽകാനുള്ള സാഹചര്യമാണ് ഒരുങ്ങിയത്. ഇത് തട്ടിപ്പിൽ കുടുങ്ങി പണം നഷ്ടമായ ഒരുപാട് പേർക്ക് അനുഗ്രഹമാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ വാർത്ത നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക. ഒപ്പം ഇതുപോലെയുള്ള കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. ഓക്കെ, താങ്ക് യു.